ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ലുലുമാളിൽ, നമ്മുടെ കോട്ടയത്തെ ലുലുമാളിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിലവിൽ ഇവിടെ ഒരു കസ്റ്റമർക്കുണ്ടായ ഒരു പരാതിയാണ് നമ്മളിന്നത് വിഷയമാക്കുന്നത്. തീർച്ചയായിട്ടും ആർക്കും വരാതിരിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ലുലുമാളിൽ സാറിന് എന്താണ് സംഭവിച്ചത് സാർ? Prawns, the price tag was 539. So I ordered 1 kilo. After buying it, I found the price written 649. How can that be? This is a clear case of cheating. If an ordinary person who's in a hurry, he will just pay the money and go. This is clear cheating. You can't say it's a mistake on the part of the office staff. അദ്ദേഹം ഇവിടുന്ന് മീൻ വാങ്ങിച്ചു. മീൻ ഒരു ബോർഡിലൊരു വിലയിട്ടിരുന്നു. ചെമ്മീൻ വാങ്ങിച്ചിട്ട് ചെമ്മീൻ വാങ്ങിച്ചേക്കുന്നത് 539 എന്നായിരുന്നു അവിടെ വെച്ചിരുന്ന വില. അദ്ദേഹം വാങ്ങിച്ച ശേഷം ബില്ലടിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് 649 എന്നുള്ളൊരു വില വന്നു. വീണ്ടും അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ ആ വിലയ്ക്ക് ബോർഡ് അവർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഈ വെച്ചിരിക്കുന്നു നോക്കുക. ഇപ്പം അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല, ഇവരത് പരിഹരിച്ചിട്ടുമില്ല ഇതുവരെ. ഇവരത് പരിഹരിച്ച് സ്വല്പം എത്രയൊക്കെ നമ്മളെന്തെല്ലാം സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ എല്ലാം ഓരോന്നിൻ്റെ ബില്ല് പ്രൈസ് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ചതി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നവരെല്ലാം നിങ്ങളുടെ ബില്ല് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അത് ഗുണകരമായിരിക്കും. ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ ഓഫറിലായിരിക്കും പല സാധനങ്ങൾ എടുക്കുന്നത്. ആ ഓഫർ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇപ്പം കോട്ടയം ലുലുമാളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഏത് മാളിൽ പോയി സാധനം എടുത്താലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ബില്ലും അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ, നമുക്കൊന്ന് ഓഫറുകളുണ്ടോ എന്ന് നോക്കുക. ഇത് ഇദ്ദേഹത്തിന് പറ്റിയ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഇതുവരെ അവരിപ്പോൾ അദ്ദേഹം ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1/4 മണിക്കൂറായി. ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർ സോൾവ് ആയിരിക്കുന്നു. വിലയ്ക്ക് അങ്ങനെയല്ലേ പറഞ്ഞത്? അദ്ദേഹം എടുത്തിരുന്ന 540 കൊടുത്തേക്കാം. ഇത് എല്ലാവർക്കും എല്ലാ ബില്ലും എടുത്ത് നോക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ തീർച്ചയായും വന്ന് പർച്ചേസ് ചെയ്യുന്നവർ ഇത് ശ്രദ്ധിക്കുക. ഓരോന്നിൻ്റെ വില പ്രൈസുകൾ നമ്മൾ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.